ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളൊരു ക്ലാസ്സാണ്. ചരിത്ര വിഭാഗ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. നമ്മൾ മിസ്സ് പറഞ്ഞു തരുന്നതിനനുസരിച്ച് മിസ്സിൻ്റെ മക്കൾക്ക് വേണ്ട കൃത്യമായി കിട്ടേണ്ട ക്ലാസ്സുകൾ ഓരോന്നും തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ ആരും തന്നെ അതിലൊരു വിഷമവും കരുതേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ക്ലാസ്സുകൾ ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക, നന്നായിട്ട് തന്നെ പഠിക്കുക. ടെലിഗ്രാം ചാനലിൻ്റെ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ടെലിഗ്രാം ചാനലിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം: ഒന്നാം സ്വാതന്ത്ര്യ സമര കേന്ദ്രങ്ങളെയും നേതൃത്വം നൽകിയവരെയും ചേരുംപടി ചേർക്കുക. നമുക്ക് നോക്കാം. ഇത് നോക്കിയേ, ഒന്നാം സ്വാതന്ത്ര്യ സമര കേന്ദ്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിന് നേതൃത്വം നൽകിയവരാണ് ഇവിടെ ഉള്ളത്. നോക്കാം, കാൺപൂരിൽ ആരാണ് നേതൃത്വം നൽകിയത്? കാൺപൂരിൽ നാനാ സാഹിബാണ് നേതൃത്വം നൽകിയത്. ഈ ഒരു ഒറ്റ ഓപ്ഷൻ അറിയുകയാണെങ്കിൽ തന്നെ നമുക്കിവിടെ ആൻസർ കിട്ടും. നോക്കിക്കേ, കാൺപൂർ നാനാ സാഹിബ് എന്ന് കണക്ട് ചെയ്തിട്ടുള്ള ഒരേ ഒരു ഓപ്ഷനേ നമുക്കുള്ളൂ. ഓക്കെ, നമുക്ക് ബാക്കി നോക്കാം. ബീഹാറിൽ ആരാണ്? ബീഹാറിൽ കൻവർ സിംഗ് ആണ്. ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ആരാണ്? ബഹദൂർ ഷാ സഫർ അല്ലെങ്കിൽ ബഹദൂർ ഷാ രണ്ടാമനാണ്. ഝാൻസിയിൽ റാണി ലക്ഷ്മിബായിയുമാണ്. അതും നോക്കിക്കേ, ഒരൊറ്റ ഓപ്ഷനേ കൊടുത്തിട്ടുള്ളൂ. ഝാൻസിയിൽ റാണി ലക്ഷ്മിബായിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നോക്കിക്കേ, അതും ഒറ്റ ഓപ്ഷനുള്ളൂ. അത്രയും ഈസി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ശ്രദ്ധിച്ച് മാർക്ക് ചെയ്യുക. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. കാൺപൂരിൽ നാനാ സാഹിബ്, ബീഹാറിൽ കൻവർ സിംഗ്, ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമൻ, ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി. അടുത്ത ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? നോക്കാം. ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു. ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ഇവ മൂന്നും. ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു. ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടുള്ളത് ലാഹോർ സമ്മേളനത്തിലാണ്. ഓക്കെ. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് സംബാദ് കൗമുദി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചതാര്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് DK കാർവെയാണ്. DK കാർവെ. വിഷ്ണു കൃഷ്ണ ചിപ്ലങ്കാർ നിബന്ധമാല എന്ന കൃതി ഏത് ഭാഷയിലാണ് രചിച്ചത്? വിഷ്ണു കൃഷ്ണ ചിപ്ലങ്കാർ നിബന്ധമാല എന്ന കൃതി ഏത് ഭാഷയിലാണ് രചിച്ചത്? മറാത്തി ഭാഷയാണ് കേട്ടോ, മറാത്തി. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ അബനീന്ദ്രനാഥ ടാഗോർ. എവിടെയാണ് ആനി ബസന്റ് ഹോം റൂൾ മൂവ്മെന്റ് തുടങ്ങിയത്? മദ്രാസിലാണ് ആനി ബസന്റ് ഹോം റൂൾ മൂവ്മെന്റ് തുടങ്ങിയത്, മദ്രാസ്. 1913 തുടങ്ങിയ ഗദ്ദാർ മൂവ്മെന്റിന്റെ നേതൃത്വം നൽകിയത് ആരായിരുന്നു? 1913 തുടങ്ങിയ ഗദ്ദാർ മൂവ്മെന്റിന് നേതൃത്വം നൽകിയത് ലാല ഹർദയാലാണ്. 1913 ഗദ്ദാർ മൂവ്മെന്റ് ലാല ഹർദയാൽ. താഴെ പറയുന്നവയിൽ ബാലഗംഗാധര തിലകിന്റെ ജേണൽ ഏതാണ്? ബാലഗംഗാധര തിലകിന്റെ ജേണലാണ് മറാത്ത. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യയിലെ വൈസ്രോയിയാണ് ലോർഡ് ലിൻലിത്ഗോ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം. നമ്മൾ കുറച്ച് മുന്നേ ഒരു ചോദ്യത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ലാഹോർ സമ്മേളനം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയതാര്?
ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയതാര്? സുഭാഷ് ചന്ദ്രബോസ് ആണ് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദുരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്. പിന്നീട് ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തി ആരാണ്? ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ. ചുവടെ തന്നിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? ചുവടെ തന്നിട്ടുള്ളവരിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ, ബാലഗംഗാധര തിലക്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമേത്? ക്വിറ്റ് ഇന്ത്യ സമരമാണ് കേട്ടോ, ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്ര കലാപങ്ങളിലെ കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പിയാണ്. രാമൻ നമ്പി. ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി ആരാണ്? ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. ചുവടെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് കേട്ടോ. ഓപ്ഷൻസ് നോക്കാം. ഫൈസാബാദിൽ വിപ്ലവം നയിച്ചത് മൗലവി അഹമ്മദുള്ളയാണ് കേട്ടോ. ഈ ഒരു ഓപ്ഷൻ, ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. ഫൈസാബാദിൽ വിപ്ലവം നയിച്ചത് നവാബ് വാജിദ് അലി അല്ല. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ലക്നൌവിൽ വിപ്ലവം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹലാണ്. ഇവിടെ മൗലവി അഹമ്മദുള്ള എന്ന് കൊടുത്തിരിക്കുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹലാണ്. ഓക്കെ. ബീഹാറിലെ അറയിൽ വിപ്ലവം നയിച്ചത് കൻവർ സിംഗ് ആണ്. ബീഹാറിലെ ആരയിൽ വിപ്ലവം നയിച്ചത് കൻവർ സിംഗ് ആണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ബറേലിയിൽ വിപ്ലവം നയിച്ചത് ഖാൻ ബഹദൂർ ഖാൻ ആണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ബറേലിയിൽ വിപ്ലവം നയിച്ചത് ഖാൻ ബഹദൂർ ഖാൻ ആണ്. നമ്മളോട് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചത്. മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ മാർക്ക് ചെയ്യുക കേട്ടോ. ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉമാണ് തെറ്റ്. തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റായവ. തിരുവനന്തപുരത്ത് അടിമത്ത നിരോധനം 1812 നടന്നത് 1812 കൊച്ചിയിൽ അടിമത്ത നിരോധനം 1845. ഇതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. കൊച്ചിയിൽ അടിമത്ത നിരോധനം 1845 തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് രൂപീകരണം 1866 1866 കേട്ടോ. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് രൂപീകരണം 1866. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. എറണാകുളം മഹാരാജാസ് കോളേജ് രൂപീകരണം 1875 എറണാകുളം മഹാരാജാസ് കോളേജ് രൂപീകരണം. അപ്പോൾ തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 3 മാത്രമാണ് തെറ്റ്. ഓൺലി 3. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല സമരം നടത്തിയ നേതാവ്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല വാർഫെയർ നടത്തിയ നേതാവാണ് താന്തിയ തോപ്പി. പുരാതന കാലത്ത് കേരളവുമായി യവനന്മാർക്കും റോമാക്കാർക്കുമുണ്ടായിരുന്ന വാണിജ്യ ബന്ധത്തിന്റെ ശക്തമായ തെളിവുകൾ ഉദ്ഖനനത്തിലൂടെ ലഭിച്ച പ്രദേശം ഏതാണ്? പുരാതന കാലത്ത് കേരളവുമായി യവനന്മാർക്കും റോമാക്കാർക്കും ഉണ്ടായിരുന്ന വാണിജ്യ ബന്ധത്തിന്റെ ശക്തമായ തെളിവുകൾ ഉദ്ഖനനത്തിലൂടെ ലഭിച്ച പ്രദേശമാണ് പട്ടണം. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. ഗാന്ധിജി നയിച്ച സമരങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. ശരിയായ ക്രമം തിരഞ്ഞെടുക്കുക. നോക്കാം. നിസ്സഹകരണ പ്രസ്ഥാനം
1920കളുടെ കാലഘട്ടത്തിലാണ് 1920 കാലഘട്ടത്തിലാണ് ഖേദ സത്യാഗ്രഹം 1918ലാണ് 1918. ചമ്പാരൻ സത്യാഗ്രഹം 1917ലാണ് 1917. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഏകദേശം 1930കളിലാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 3 ചമ്പാരൻ സത്യാഗ്രഹമാണ് ഒന്നാമത് നടന്നിട്ടുള്ളത്. അങ്ങനെ തന്നിട്ടുള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മറ്റൊന്നും അറിഞ്ഞില്ലെങ്കിലും ചമ്പാരൻ സത്യാഗ്രഹമാണ് ഏറ്റവും ആദ്യം നടന്നതെന്ന് അറിയുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു ആൻസർ കിട്ടുന്നതായിരിക്കും അല്ലേ. വർഷം കൃത്യമായിട്ട് അറിഞ്ഞില്ലെങ്കിലും ജസ്റ്റ് ആ ഒരു ക്രൊണോളജി അറിയുകയാണെങ്കിൽ ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, നോക്കാം. 2023 150-ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ. 2023 150-ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? വക്കം അബ്ദുൾ ഖാദർ മൗലവി. വക്കം അബ്ദുൾ ഖാദർ മൗലവി. സാമൂഹ്യ പരിഷ്കർത്താവായ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? നോക്കാം ഓപ്ഷൻസ്. ഒന്നാമത്തേത് 1853 കേട്ടോ. ചട്ടമ്പി സ്വാമികളുടെ ജനനം 1853 1853 ചട്ടമ്പി സ്വാമികളുടെ ജനനം. തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരിലാണ് ജനനം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാവുമായിരുന്നു. അപ്പോൾ ഒന്നാമതായിട്ട് കൊടുത്തിരിക്കുന്ന വർഷം തെറ്റിച്ചിട്ടാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 തെറ്റാണ്. ബാക്കി നോക്കാം. സ്വാമിനാഥ ദേശികർ ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ചു. സ്വാമിനാഥ ദേശികർ ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ചു. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ചട്ടമ്പി സ്വാമികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മനയിലാണ്. ചട്ടമ്പി സ്വാമികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മനയിലാണ്. കേരളത്തിലെ ദേശനാമങ്ങൾ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. കേരളത്തിലെ ദേശനാമങ്ങൾ എന്നത് ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. തെറ്റായിട്ടുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ മാത്രമാണ് തെറ്റ്. ഓപ്ഷൻ എ ഓൺലി 1 ആണ് നമ്മുടെ ആൻസർ. അടുത്തത്, ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏത്? ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ നോക്കാം. നാഗ്പൂർ സമ്മേളനം നിസ്സഹകരണ പ്രസ്ഥാനം അവതരിപ്പിച്ച സമ്മേളനമാണ്. അത് കറക്റ്റാണ്. ബോംബെ സമ്മേളനം ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച സമ്മേളനമാണ്. ലാഹോർ സമ്മേളനം പൂർണ്ണ സ്വരാജ് പ്രമേയം അവതരിപ്പിക്കപ്പെട്ട സമ്മേളനം. സൂറത്ത് സമ്മേളനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭജനം. അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. നാഗ്പൂർ സമ്മേളനം നിസ്സഹകരണ പ്രസ്ഥാനം, ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ബോംബെ സമ്മേളനം ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച സമ്മേളനമാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ലാഹോർ സമ്മേളനം പൂർണ്ണ സ്വരാജ് പ്രമേയം അവതരിപ്പിച്ചു. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. സൂറത്ത് സമ്മേളനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വിഭജനമാണ്. അപ്പോൾ അത് കറക്റ്റാണ്. ശരിയായിട്ടുള്ള ജോഡികളാണ് ചോദിച്ചിട്ടുള്ളത്. 1ഉം 4ഉമാണ് ശരി. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. താഴെ പറയുന്ന ജോഡികൾ പരിഗണിക്കുക. ഇവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക. കുടിയരശ് EV രാമസ്വാമി നായ്ക്കരാണ്. വിവേകവർദ്ധിനി വീരേശലിംഗം പന്തലുവിൻ്റേതാണ്. ഗുലാംഗിരി ജ്യോതിറാവു ഫൂലെ. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സമ്പാദ് കൗമുദി രാജാറാം മോഹൻ റോയ് ആണ് കേട്ടോ. ശ്രീനാരായണ ഗുരു അല്ല. സമ്പാദ് കൗമുദി രാജാറാം മോഹൻ റോയ് ആണ്. ഈ ഒരു പ്രസ്താവന തെറ്റാണ് കേട്ടോ. കുടിയരശ് EV രാമസ്വാമി നായ്ക്കർ, വിവേകവർദ്ധിനി വീരേശലിംഗം, ഗുലാംഗിരി ജ്യോതിറാവു ഫൂലെ, സമ്പാദ് കൗമുദി രാജാറാം മോഹൻ റോയ്. ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. 1, 2, 3 എന്നിവ ശരിയാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. 1, 2, 3 ശരി. ഓക്കെ, ചുവടെ സൂചിപ്പിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയുക. ഇവിടെ സൂചനകൾ തന്നിട്ടുണ്ട്. 1898 കൊടുങ്ങല്ലൂരിൽ ജനനം. 1898 കൊടുങ്ങല്ലൂരിൽ ജനനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സജീവ പങ്കാളിത്തം. പിൽക്കാലത്ത് സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോർവേഡ് ബ്ലോക്കിൽ ആകൃഷ്ടനായി.
അൽ അമീൻ പത്രത്തിൻ്റെ സ്ഥാപകനും എഡിറ്ററും. ഈ ഒരു ഒറ്റ പോയിന്റ് മതിയില്ലേ നമുക്ക് ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അൽ അമീൻ പത്രത്തിൻ്റെ സ്ഥാപകനും എഡിറ്ററുമാണ്. ആരാണ്? മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ്. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. 1898 കൊടുങ്ങല്ലൂരിൽ ജനനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സജീവ പങ്കാളിത്തം. പിൽക്കാലത്ത് സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോർവേഡ് ബ്ലോക്കിൽ ആകൃഷ്ടനായി. അൽ അമീൻ ദിനപത്രത്തിന്റെ സ്ഥാപകനും എഡിറ്ററുമായിരുന്നു അദ്ദേഹം. ആരാണ്? മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ്. ഓക്കെ, ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഓർത്തിരിക്കുക കേട്ടോ. പിന്നീട് നമുക്ക് മറ്റു ചോദ്യങ്ങളായിട്ടൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. കൃത്യമായി തന്നെ പഠിക്കുക. ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറിപ്പഴം എന്ന് ഡൽഹൌസി വിശേഷിപ്പിച്ചത് ഏത് പ്രദേശത്തെയാണ്? ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറിപ്പഴം എന്ന് ഡൽഹൌസി വിശേഷിപ്പിച്ചത് അവധിനെയാണ്. അവധ്. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെടാത്ത തീരുമാനങ്ങൾ കണ്ടെത്തുക. തീരുമാനങ്ങൾ കണ്ടെത്തുക. ബന്ധപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്, ശ്രദ്ധിക്കുക കേട്ടോ. ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ പ്രസിഡന്റായി. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 1929 ലാഹോർ സമ്മേളനത്തിലാണ് ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ പ്രസിഡന്റായത്. പൂർണ്ണ സ്വരാജാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. നിസ്സഹകരണ സമരം ആരംഭിക്കുക എന്നത് നാഗ്പൂർ സെഷനിലാണ് തീരുമാനിച്ചിട്ടുള്ളത് കേട്ടോ. നമ്മൾ കുറച്ച് മുന്നേ ഒരു ചോദ്യത്തിൽ കണ്ടതാണ്. നാഗ്പൂർ സെഷനിലാണ് നിസ്സഹകരണ സമരം ആരംഭിക്കുക എന്ന പ്രമേയം വരുന്നത്. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ളതാണ്. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കണം എന്ന് തീരുമാനിച്ചതും ലാഹോർ സമ്മേളനത്തിലാണ്. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ബന്ധപ്പെടാത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അത് ഓപ്ഷൻ 3 ആണ്, എ 3 മാത്രം എന്നതാണ് നമ്മുടെ ആൻസർ. 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? ജവഹർലാൽ നെഹ്റു കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി. പൂർണ്ണ സ്വരാജാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കണം. ഓക്കെ. 1921 താഴെ പറയുന്നവയിൽ ഏത് സംഭവത്തിൻ്റെ ശതാബ്ദി വർഷമാണ്? ഏതാണ്? വാഗൺ ട്രാജഡിയാണ് കേട്ടോ. വാഗൺ ട്രാജഡി. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലേക്കുള്ള യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യൻ ശക്തിയായിരുന്നു പോർച്ചുഗീസുകാർ. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യൻ ശക്തിയായിരുന്നു പോർച്ചുഗീസുകാർ. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാർക്കേറ്റ പരാജയം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായി. 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാർക്കേറ്റ പരാജയം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായി. ഇതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിനു വേണ്ടി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വ്യവസ്ഥ. കാർട്ടസ് വ്യവസ്ഥയെക്കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. എന്താണ് കാർട്ടസ് വ്യവസ്ഥ എന്നറിയുകയാണെങ്കിൽ നമുക്കിത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. കാർട്ടസ് വ്യവസ്ഥ എന്താണ്? ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റ് കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയിരുന്ന പാസാണ് കാർട്ടസ് വ്യവസ്ഥ. പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നടത്തിയിരുന്ന പാസാണ് കാർട്ടസ്. ഓക്കെ, അപ്പോൾ ഏകദേശം ശരിയാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം കേട്ടോ. ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റ് കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയിരുന്ന പാസ് അറിയപ്പെടുന്ന പേരാണ് കാർട്ടസ്. ഓക്കെ, അപ്പോൾ ഏതാണ് നമ്മളോട് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്? 1ഉം 2ഉമാണ് ശരി. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. 1ഉം 2ഉം മാത്രം ശരി. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറിപ്പഴം എന്ന് അവധ് എന്ന നാട്ടുരാജ്യത്തെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. കണ്ടോ ചോദ്യം തിരിഞ്ഞു വരുന്നത്? കണ്ടോ? ആരാണ്?
ഡൽഹൌസി പ്രഭുവാണ്. ഡൽഹൌസി പ്രഭു. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറിപ്പഴം എന്ന് അവധ് എന്ന നാട്ടുരാജ്യത്തെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറലാണ് ഡൽഹൌസി പ്രഭു. താഴെ പറയുന്നവരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദികൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നേതാവ് ആരാണ്? നേരത്തെ നമ്മളൊരു ചോദ്യത്തിൽ ഉൾപ്പെടാത്ത ആളാരാണെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. മിതവാദികൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നേതാവ് ചുവടെ തന്നിട്ടുള്ളവരിൽ ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെ. അടുത്ത ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമമേതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമമാണ് റൗലറ്റ് ആക്ട്. റൗലറ്റ് ആക്ട് എന്ന കരിനിയമം. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അടിത്തറ ഇളക്കി. ഈ വാക്കുകൾ ആരുടേതാണ്? പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അടിത്തറ ഇളക്കി. ഇത് ആരുടെ വാക്കുകളാണ്? മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ്. മഹാത്മാഗാന്ധി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ലാഹോർ സമ്മേളനം. ലാഹോർ സമ്മേളനം. ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി. ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. കഴ്സൺ പ്രഭു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിതയാരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിതയാണ് സരോജിനി നായിഡു. സരോജിനി നായിഡു. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലുകളിൽ ശ്രദ്ധേയമായത് ഏതാണ്? ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമായി രചിച്ച നോവലുകളിൽ ശ്രദ്ധേയമായത് ആനന്ദ മഠമാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദ മഠം. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറയിട്ടെങ്കിലും ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി. ജാലിയൻ വാലാബാഗ് സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിച്ചതാര്? കണ്ടോ, ഒരേ ചോദ്യം അതേപോലെ തന്നെ ചോദിച്ചത് കണ്ടോ? ഇതൊന്നും ഒരിക്കലും നമുക്ക് മിസ് ചെയ്യാൻ പാടില്ലാത്ത മാർക്കുകളാണ് കേട്ടോ. അത്തരത്തിൽ ജാലിയൻ വാലാബാഗ് സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇട്ടെങ്കിലും ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി എന്ന് പറഞ്ഞിട്ടുള്ളത് ഗാന്ധിജിയാണ് കേട്ടോ. ഗാന്ധിജി. ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത് ബംഗാളാണ്. ബംഗാൾ. ദേശീയ സമരത്തെ പ്രധാന പത്രമായ അൽ ഹിലാലിന് നേതൃത്വം നൽകിയതാരാണ്? ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ അൽ ഹിലാലിന് നേതൃത്വം നൽകിയത് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. മൗലാന അബ്ദുൽ കലാം ആസാദ്. അൽ ഹിലാൽ, മൗലാന അബ്ദുൽ കലാം ആസാദ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2024 PSC ചോദിച്ച ചരിത്ര വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്ലാസ് ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നന്നായി തന്നെ പഠിക്കുക, നല്ല രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക, റിവൈസ് ചെയ്ത് പഠിച്ചുകൊണ്ടേയിരിക്കുക. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.